എന്നിട്ട് ഒരു തവണ പോലും നിങ്ങൾ ആ വിവരം എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാം മറച്ചു വെച്ചില്ലേ മനഃപൂർവ്വം. അത് തെറ്റല്ലേ? ഇപ്പൊ ശരത്തിന്റെ പേര് ഉയർന്നു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളാണത് ചെയ്തതെന്ന് എന്നോട് ഏറ്റു പറയുമായിരുന്നോ? ഇല്ലല്ലോ. സത്യം ഒരിക്കലും ഞാൻ അറിയില്ലായിരുന്നു. ശരിയല്ലേ? ദേവിക, സോറി. ഞങ്ങള് തെറ്റാണ്, പക്ഷെ പറ്റിപ്പോയി. അതിന് കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ ഇനി തന്നെ ഒന്നും ആവശ്യമില്ല. പുതിയ പ്രതി വന്നു കഴിഞ്ഞു. കേസ് നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആരാ കള്ളം പറയുന്നതെന്ന്. പിന്നെ ഇപ്പോ ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. ഞാൻ വന്നത് ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യം. എന്താ ദേവിക വിശേഷിച്ച്? സാറിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞു. അതെ, വന്നിരുന്നു. എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്തിനാ സാർ ഈ വയ്യാത്ത കാലം വെച്ച് അവിടെ വരെ വന്നു? ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ ഇവിടെ എത്തുമായിരുന്നല്ലോ. ഇത് പറയാൻ വേണ്ടിയാണോ ദേവിക കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? അയ്യോ അല്ല സർ, എനിക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു ആരോപണമാണല്ലോ എന്റെ വീട്ടിൽ ചെന്ന് സാർ പറഞ്ഞത്. എന്നാ പിന്നെ അത് പറഞ്ഞ ആളെ ഒന്ന് നേരിട്ട് കണ്ടു കളയാന്ന് വിചാരിച്ചു. ആ, അക്ഷരയും കൂടി കേൾക്കണം. എന്റെ വല്യമ്മയുടെ മോള മാലിനി. അത് കേട്ടപ്പോ അക്ഷരയുടെ ഡാഡി പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനാണ് മാലിനിയെ അക്ഷരയുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതെന്ന്. എനിക്ക് പിന്നെ അതാണല്ലോ പണി, ഈ കുടുംബം കലക്കലേ. അതെ സാറേ, സംസ്കാരം വിട്ടൊന്നും ചെയ്യുന്നവളല്ല ഞാൻ. ഞങ്ങളും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ദേവിക. ആണെന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു, അല്ലാന്നിപ്പം മനസ്സിലായി സാർ. സാറ് വലിയ ഡോക്ടറൊക്കെ ആയിരുന്നില്ലേ? ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് സാറിന് അറിയില്ല? എന്തേലും പറയാനുണ്ടെങ്കിലേ ആ ആളുടെ മുഖത്ത് നോക്കി പറയണം സാർ, അല്ലാതെ മറ്റാരെങ്കിലും അതിനുവേണ്ടി കരുവാക്കുകയല്ല. സാറിനോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു, അത് സാറായിട്ട് തന്നെ കളഞ്ഞു ഒളിച്ചു. പിന്നെ സാറേ, ഇനി മേലാൽ ഇതുപോലൊരു പരദൂഷണം അബദ്ധത്തിൽ പോലും പറഞ്ഞു പോരുന്നു. പറഞ്ഞ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇനി ദയവ് ചെയ്ത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കരുത് പ്ലീസ്. പണിയാ ഡാഡിയെ കാണിച്ചത്? ഡാഡി എന്തിനാ ദേവികയുടെ വീട്ടിൽ പോകാൻ പോയത്? പോയി, അതിനിപ്പോ എന്താ? എന്തൊരു നാണക്കേടായി പോയത്. ആ ദേവികയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വന്നില്ലേ? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ആ മാലിന്യെ പറഞ്ഞു വിട്ടത് ഇവളായിക്കൂടുന്നില്ലല്ലോ. അത്തരം താണവളല്ല ദേവിക. മോശമായി പോയി ഡാഡി. ഡാഡിയിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഏട്ടന്റെ എടുത്തിയാട്ടങ്ങളെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇനി എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തിക്കും. ഞാനാണല്ലോ മാലിന്യയുടെ പുറകെ പോയത്.
കുറ്റം പറയാൻ എല്ലാവർക്കും നല്ല മിടുക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ അത് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങോ? അതുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അത് ചോദിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട. കേറിപ്പോടി. ആ